ഞാൻ സക്കീർ ഹുസൈൻ. സക്കീർ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മഴയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നറിയപ്പെടുന്ന ഇടവപ്പാതി അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ എത്തിയിരിക്കുകയാണ്. സാധാരണ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇടവമാസം പകുതിയോടുകൂടി, അതായത് ഏകദേശം ജൂൺ മാസം 1-ാം തീയതി അടുപ്പിച്ചാണ് മൺസൂൺ സാധാരണ നിലയിൽ കേരളത്തിൽ എത്താറുള്ളത്. ജൂൺ 1-ാം തീയതി സ്കൂളിൽ പോകുമ്പോൾ പുതിയ യൂണിഫോമും ഒക്കെ ഇട്ട് പോകുന്ന കുട്ടികളെ നനച്ച് പെയ്യുന്ന ഒരു മഴയായിട്ടാണ് നമ്മളുടെ എല്ലാം ഓർമ്മയിൽ മൺസൂൺ ഉള്ളത്. എന്നാൽ ഇത്തവണ കാലവർഷം 8 ദിവസത്തും നേരത്തെ, അതായത് മെയ് 24-ന് തന്നെ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം IMD, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതുമായ നമ്മുടെ ഔദ്യോഗിക വിഭാഗമാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അവർ സാധാരണ ഏപ്രിൽ മാസത്തിൽ ഒരു 1-ാം ഘട്ട മൺസൂൺ മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഇത്തവണയും പതിവ് പോലെ തന്നെ ഏപ്രിൽ 15-ാം തീയതി അവരുടെ 1-ാം ഘട്ട മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് നമുക്ക് ഈ വർഷം മൺസൂൺ സാധാരണ രീതിയിൽ ലഭിക്കും, എന്നാലും ഒരു 106% സാധാരണ രീതിയിലുള്ള ആവറേജിന്റെ 106% ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശരാശരി കണക്കാക്കുന്നത് ദീർഘകാലത്തെ ലോങ് പീരീഡ് ആവറേജ് LPA എന്ന് എടുത്തിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ദീർഘകാല ശരാശരിയിൽ നിന്നും വ്യത്യാസപ്പെടുമോ, കൂടുമോ, കുറയുമോ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മൺസൂണിനെ കുറിച്ച് പറയുന്നത്. ഇപ്രാവശ്യം പറഞ്ഞിരുന്നത് ജനറലി നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഒരു 6% കൂടുതലായിരിക്കും, ദീർഘകാല ശരാശരിയുടെ 6% കൂടുതലായിരിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. അതുപോലെ കേരളത്തിൽ ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ അളവ്, അത് ദീർഘകാല ശരാശരി വെച്ച് നോക്കുമ്പോൾ 2890 മില്ലിമീറ്റർ ഒരു വർഷം ലഭിക്കുന്ന മഴ 2890 മില്ലിമീറ്റർ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ മില്ലിമീറ്റർ എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇതിൽ നിന്നും ഏതാണ്ട് 70% 2018 മില്ലിമീറ്റർ മഴയും ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം, അതായത് ജൂൺ 1 മുതൽ ഏകദേശം സെപ്റ്റംബർ 15-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് വടക്ക് കിഴക്കൻ മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ, നമ്മുടെ തുലാവർഷം എന്ന് നമ്മൾ വിളിക്കുന്ന അതിൽ നിന്നാണ് ഒരു 17% മഴ നമുക്ക് ലഭിക്കുന്നത്, 492 മില്ലിമീറ്റർ. പിന്നെ ഈ ഫെബ്രുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള നമുക്ക് വേനൽ മഴ ലഭിക്കാറുണ്ട്. ഈ വേനൽ മഴ എല്ലാം കൂടെ കൂട്ടിയാൽ സാധാരണ ലഭിക്കുന്നത് 361 മില്ലിമീറ്റർ ആണ്. ഇത് മൊത്ത ലഭ്യതയുടെ 12% വരും. ബാക്കി വിന്റർ സമയങ്ങളിൽ, നമ്മുടെ ശീതകാലങ്ങളിൽ, ഡിസംബർ ജനുവരി മാസങ്ങളിൽ ആകെ കിട്ടുന്ന മഴയുടെ വെറും 1% താഴെ മാത്രമേ, ഒരു 21 മില്ലിമീറ്റർ ആണ് ശരാശരി നമുക്ക് ലഭിക്കാറുള്ളത്. മഴയെ എങ്ങനെയാണ് അളക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, മില്ലിമീറ്റർ എന്നുള്ള അളവിലാണ് മഴയെ സാധാരണ കണക്കാക്കുന്നത്. നമ്മളൊക്കെ കേട്ടിരിക്കുന്ന മഴ എന്ത് മഴയാണ്? സാധാരണ നൂൽ മഴ കേട്ടിട്ടുണ്ട്, 14-ാം നമ്പർ മഴ കേട്ടിട്ടുണ്ട്, ചാറ്റൽ മഴ കേട്ടിട്ടുണ്ട്, ചെറിയ മഴ കേട്ടിട്ടുണ്ട്, മഴയൊന്ന് തൂളിപ്പോയിട്ടൊന്ന് കേട്ടിട്ടുണ്ട്, ഒരു ശരാശരി മഴയാണെന്ന് കേട്ടിട്ടുണ്ട്, കനത്ത മഴ എന്ന് കേട്ടിട്ടുണ്ട്, തുള്ളിക്കൊരു കൂടം പെയ്യുന്ന മഴ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പേമാരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ ഏതാണ് ഈ മില്ലിമീറ്ററിൽ പറയുമ്പോൾ ഈ മഴകളൊക്കെ എങ്ങനെ വരുമെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് 1 മില്ലിമീറ്റർ മഴ എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രതലം സങ്കല്പിക്കുക. അവിടെ വെള്ളം ഒട്ടും അങ്ങ് ആഗിരണം ചെയ്യപ്പെടുന്നില്ല, അബ്സോർബ് ചെയ്യുന്നില്ല. ഒരു ഇരുമ്പ് പ്രതലമോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പ്രതലമോ സങ്കല്പിക്കുക. അവിടെ കുറെ സമയം മഴ പെയ്തു. ആ മഴ പെയ്ത വെള്ളം അവിടെ തന്നെ കെട്ടിക്കിടന്നു, എങ്ങും ഒലിച്ചു പോയില്ല. അതിന്റെ പൊക്കം എത്ര മില്ലിമീറ്റർ ആണെന്ന് പരിശോധിക്കും. നമ്മൾ അളന്നു നോക്കും. അളന്നു നോക്കുമ്പോൾ 1 മില്ലിമീറ്റർ പൊക്കമാണ് ഉള്ളതെങ്കിൽ അതിനെ 1 മില്ലിമീറ്റർ മഴ എന്ന് പറയും. ഈ അളവൊക്കെ പറയുമ്പോൾ തന്നെ ഇതൊരു നിശ്ചിത സമയത്തിനുള്ളിൽ പെയ്യുന്നതാണ് നമ്മൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ടും 1 മില്ലിമീറ്റർ മഴ പെയ്യാം, അല്ലെങ്കിൽ 10 മില്ലിമീറ്റർ മഴ പെയ്യാം, ഒരു ദിവസം കൊണ്ടും പെയ്യാം. സാധാരണ നമ്മൾ മഴയുടെ അളവുകൾ സൂചിപ്പിക്കുന്നതൊക്കെ 24 മണിക്കൂർ, ഒരു ദിവസത്തെ അളവായിട്ടാണ് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യുവാൻ വേണ്ടി, താരതമ്യ പഠനത്തിന് വേണ്ടി 24 മണിക്കൂർ പെയ്യുന്ന മഴയുടെ അളവിനെയാണ് നമ്മൾ സാധാരണ കണക്കാക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ പറയുന്ന കഴിഞ്ഞ 24 മണിക്കൂറിൽ പെയ്ത മഴയുടെ അളവ് എന്ന് നമ്മളൊക്കെ പണ്ട് റേഡിയോയിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് മഴയുടെ മില്ലിമീറ്റർ അളവ്. ഈ മഴ അളക്കുന്ന ഉപകരണത്തിന്റെ പേര് മഴമാപിനി അല്ലെങ്കിൽ റെയിൻ ഗേജ് എന്നാണ്. റെയിൻ ഗേജ്. ഈ റെയിൻ ഗേജിൽ സാധാരണ ഉപയോഗിക്കുന്നത് 100 ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ 200 ചതുരശ്ര സെന്റിമീറ്റർ ഉള്ള വിസ്താരമുള്ള ഒരു ബീക്കറിൽ അതിന്റെ മുകളിൽ അതേ വിസ്താരമുള്ള ഒരു ഫണൽ സ്ഥാപിച്ചിട്ട് അതിൽ കൂടി മഴയെ തുറന്ന സ്ഥലത്ത് വെക്കുന്നു, തുറസായ സ്ഥലത്ത് വെക്കുന്നു. ആ തുറസായ സ്ഥലത്ത് പെയ്യുന്ന മഴയുടെ അളവ്, 24 മണിക്കൂർ പെയ്യുന്ന മഴയുടെ അളവ് ശേഖരിച്ചിട്ട് അത് അളന്നിട്ടാണ് എത്ര മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് കണക്കാക്കുന്നത്. ഈ മഴ മാപിനികൾ സ്ഥാപിക്കുന്നതിന്
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ചില സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു മഴപാവിനി അല്ലെങ്കിൽ ഒരു റെയിൻഗേജ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന സ്ഥലത്ത് അവിടെ മറ്റ് മരച്ചില്ലകളോ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊരു തുറസായ സ്ഥലമായിരിക്കണം. മറ്റ് കന്നുകാലികളൊന്നും വന്ന് കയറി അത് തട്ടിക്കളയാനോ ഒന്നും പാടില്ല. അപ്പോൾ ഇതിന് കൃത്യമായ സ്പെസിഫിക്കേഷൻസ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ നിർവഹിച്ചിട്ടുണ്ട്. ഈ മാനുവൽ റെയിൻ ഗേജുകൾക്ക് പുറമെ ഓട്ടോമാറ്റിക് റെയിൻ ഗേജുകളും നിലവിലുണ്ട്. ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജുകൾ എന്നൊക്കെ അതിന് പറയും. ഒരു നിശ്ചിത സമയത്ത് പെയ്യുന്ന മഴ കൃത്യമായി അളന്നിട്ട് നമുക്ക് ഏത് ഇന്റർവെല്ലിലാണോ വേണ്ടത് അതനുസരിച്ച് അത് സെറ്റ് ചെയ്തിട്ട് ആ സമയത്ത് 15 മിനിറ്റ് ആണ് സാധാരണ എടുക്കുന്നത്. ആ 15 മിനിറ്റ് പെയ്ത മഴയുടെ അളവ് അത് അളന്നതിന് ശേഷം എത്ര മില്ലിമീറ്റർ മഴ പെയ്തതിനു ശേഷം അത് നമ്മുടെ ഒരു ഡേറ്റാ ലോഗർ വഴി നമ്മുടെ ഡേറ്റ റിസീവിംഗ് സ്റ്റേഷനിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് നമുക്ക് ഓഫീസിലിരുന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് കാണുകയും അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ അത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. പൊതുജനങ്ങൾക്കും കാണാൻ പറ്റുന്ന രീതിയിൽ നിലവിലുണ്ട്. ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് കൂടാതെ കാലാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളും നമ്മുടെ നാട്ടിൽ ധാരാളമായി IMD സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് IMD 2 തരം മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. ഒന്ന് 5 ദിവസത്തേക്കുള്ള മുന്നറിയിപ്പ്. ഓരോ ജില്ലയ്ക്കും ഏതാണ് അവിടുത്തെ കാലാവസ്ഥ, അത് ചൂടായാലും തണുപ്പായാലും കൊടുങ്കാറ്റായാലും ഇടിയായാലും മഞ്ഞായാലും മഞ്ഞുവീഴ്ചയായാലും ഉഷ്ണതരംഗമായാലും ശീതതരംഗമായാലും ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന രീതിയിൽ 5 ഡേയ്സ് മുന്നറിയിപ്പ് നമുക്ക് IMD നൽകാറുണ്ട്. mausam.ind.gov.in എന്ന വെബ്സൈറ്റാണ് നമുക്ക് അത് നൽകുന്നത്. നമുക്ക് പൊതുജനങ്ങൾക്ക് പോയാലും അത് കിട്ടും. സാധാരണ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം അവരവരുടെ വെബ്സൈറ്റിൽ അതിൽ നിന്നും എടുത്ത് നമ്മളെ അറിയിക്കാറുണ്ട്. ഇതുകൂടാതെ ഈ വെബ്സൈറ്റിൽ തന്നെ നൗകാസ്റ്റ് എന്നൊരു വിഭാഗമുണ്ട്. അപ്പോൾ ഓരോ 3 മണിക്കൂറിലേക്കുമുള്ള അടുത്ത 3 മണിക്കൂറിൽ എന്താണ് വലിയ മഴ വല്ലതും വരുമോ അല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടാകുമോ എന്നുള്ളത് നൗകാസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു മുന്നറിയിപ്പ് നമുക്ക് IMD നൽകാറുണ്ട്. ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് വലിയ പ്രയോജനപ്രദമാണ്. ഈ മഴയുടെ അളവനുസരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മഴയെ 6 തരമായി തിരിച്ചിട്ടുണ്ട്. വെരി ലൈറ്റ് റെയിൻ, ഏറ്റവും ചെറിയ മഴ, അതായത് 0.1 മില്ലിമീറ്റർ മുതൽ 2.4 മില്ലിമീറ്റർ വരെ ഒരു ദിവസം പെയ്യുന്ന മഴയുടെ അളവാണ്. അങ്ങനെയാണെങ്കിൽ അത് വെരി ലൈറ്റ് VL എന്നാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ലൈറ്റ് റെയിൻ, ചെറിയ മഴ, അത് 2.5 മില്ലിമീറ്റർ മുതൽ 15.5 മില്ലിമീറ്റർ വരെ പെയ്യുന്ന മഴയാണ് ലൈറ്റ് റെയിൻ എന്ന് പറയുന്നത്. മോഡറേറ്റ് റെയിൻ നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. മിതമായ മഴ 15.6 മില്ലിമീറ്റർ മുതൽ 64.4 മില്ലിമീറ്റർ വരെയുള്ള മഴയ്ക്കാണ് മോഡറേറ്റ് റെയിൻ, മിതമായ മഴ എന്ന് പറയുന്നത്. കനത്ത മഴ അല്ലെങ്കിൽ ശക്തമായ മഴ ഹെവി റെയിൻ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ അളവിൽ പെയ്യുന്ന മഴയ്ക്കാണ് കനത്ത മഴ അല്ലെങ്കിൽ ശക്തമായ മഴ ഹെവി റെയിൻ എന്ന് പറയുന്നത്. വെരി ഹെവി റെയിൻ, വളരെ ശക്തമായ മഴ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെയുള്ള മഴയ്ക്ക് വെരി ഹെവി റെയിൻ എന്നും 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ ഒരു ദിവസം മഴ പെയ്താൽ അതിനെ എക്സ്ട്രീംലി ഹെവി റെയിൻഫാൾ എന്നുമാണ് മഴയുടെ അളവനുസരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തരംതിരിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളിലെല്ലാം നമുക്ക് 3 പദങ്ങൾ കൂടി പരിചയപ്പെടേണ്ടതുണ്ട്. ലൈക്ലി, വെരി ലൈക്ലി, മോസ്റ്റ് ലൈക്ലി എന്ന്. അപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത കണക്കാക്കി, പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ റെയിൻ, അതൊരു പെർസെന്റേജ് രീതിയിൽ പറയുന്നതാണ്. 25% മുതൽ 50% വരെ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ലൈക്ലി എന്ന ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 50% മുതൽ 75% വരെ ആണെങ്കിൽ വെരി ലൈക്ലി എന്നും 75% മുകളിലാണെങ്കിൽ മോസ്റ്റ് ലൈക്ലി എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ലൈക്ലി, വെരി ലൈക്ലി, മോസ്റ്റ് ലൈക്ലി, അതേപോലെ മഴയുടെ അളവ് മില്ലിമീറ്റർ ഒക്കെ സാധാരണ ആ വിഷയത്തിൽ കൂടുതലായിട്ട് താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ ഡാം ഓപ്പറേറ്റർമാർക്കും മറ്റേ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർക്കും ഒക്കെയാണ് കൂടുതൽ ബാധകമായിട്ടുള്ളത്. സാധാരണ പൊതുജനങ്ങൾക്ക് നൽകുന്നതിൽ 4 കളർ അലർട്ടുകളുണ്ട്. കളർ കോഡ് ഉപയോഗിച്ച് 4 എണ്ണമാണ് അത് അലർട്ട് തരുന്നത്. പച്ച, മഞ്ഞ, ഓറഞ്ച്, റെഡ്. ഇതാണ് നമുക്ക് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഒരു പച്ച അലർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചെറിയ മഴ എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ലൈറ്റ് ടു മോഡറേറ്റ് റെയിൻ വരുമ്പോഴാണ് ഈ പച്ച അലർട്ട് സാധാരണ കൊടുക്കുന്നത്. നമ്മൾ പേടിക്കാനൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു പച്ച അലർട്ട് കാണുമെന്ന് പറഞ്ഞാൽ സാധാരണ നിലയാണ്. ചിലപ്പോൾ മഴ പെയ്തേക്കാം, ചെറിയൊരു മഴയൊക്കെ വന്നേക്കാം. എന്നാൽ യെല്ലോ അലർട്ട് വരുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയുന്നതിന് തുല്യമാണ്. ബി അലർട്ട് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അത് കുറച്ച് ശക്തമായ മഴ, ശക്തമായ മഴ എന്ന് പറയുമ്പോൾ ഒരു 115 മില്ലിമീറ്റർ വരെ മഴ വേണമെങ്കിൽ പെയ്തേക്കാം എന്നുള്ളതാണ് ഈ മഞ്ഞ അലർട്ട് കൊണ്ട്, മഞ്ഞ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓറഞ്ച് അലർട്ട് ആകട്ടെ, ബി അലർട്ട്, പ്രിപ്പയർഡ് ഫോർ
ടേക്കിംഗ് ആക്ഷൻ. നിങ്ങൾ നടപടികൾ എടുക്കാൻ തയ്യാറാവണം. കുറച്ചുകൂടെ ഗുരുതരമായ അവസ്ഥയാണ്. അതൊരു അതിശക്തമായ മഴ പെയ്യുമ്പോഴാണ്, മഴയ്ക്ക് സാധ്യത ഉള്ളപ്പോഴാണ് ഇത്തരം ഒരു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതൊരു വാർണിംഗ് സൈൻ തന്നെയാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എന്താണ്? വേണ്ടി വന്നാൽ ഇവാക്വേഷൻ, ആളുകളെ മാറ്റി താമസിപ്പിക്കണം, ക്യാമ്പുകൾ തുടങ്ങണം, തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടി നാം തയ്യാറെടുക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. എന്ത് സംഭവിക്കാം? അത് അതിശക്തമായ മഴ ഈവന്റ് വരാൻ സാധ്യത ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു ചുവപ്പ് അലർട്ട് വരുന്നത്. അപ്പൊ ഈ അലർട്ടുകളൊക്കെ നമ്മൾ അതനുസരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ഗൗരവം ഈ അലർട്ടുകൾക്ക് കൊടുക്കുക. അലർട്ടുകളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരു കാര്യം, ഒരു 3 ദിവസമൊക്കെ അടുപ്പിച്ച് റെഡ് അലർട്ട് ആണെങ്കിൽ നമ്മൾ ഒരു പ്രളയത്തെ തന്നെ ഭയക്കേണ്ടതുണ്ട്. 2018 പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്നാൽ അപൂർവ അവസരങ്ങളിൽ റെഡ് അലർട്ട് വരുന്ന ദിവസം 1 മില്ലിമീറ്റർ പോലും മഴ പെയ്യാത്ത സാഹചര്യങ്ങളുമുണ്ട്. അതിന് അതിൻ്റെതായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ട്. ആ പഠനം അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കറിയാം, ഈ മേഘങ്ങൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 44 നദികളുണ്ട്. അപ്പൊ 44 നദീ തടങ്ങളുമുണ്ട്. അപ്പൊ ഒരു നദീതടത്തിൽ പെയ്യുന്ന ആ ഒരു കാറ്റടിച്ച് ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത നദീതടത്തിലോട്ട് മാറും. അപ്പൊ അതുപോലെ തന്നെ ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത ജില്ലയിലേക്ക് മാറും. അപ്പൊ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് മഴ പ്രെഡിക്റ്റ് ചെയ്യുവാൻ ഇന്നത്തെ രീതിയിൽ സാധ്യമാകുന്നത്ര പരമാവധി ആക്യുറസിയോടാണ് IMD ചെയ്യുന്നത്. പക്ഷെ അതിനെല്ലാം അതിൻ്റെതായ പരിമിതികൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. മഴയെക്കുറിച്ച് പഠിക്കുമ്പോൾ മഴയുടെ തീവ്രത, ഇന്റൻസിറ്റി മനസ്സിലാക്കുവാൻ മറ്റു ചില പദങ്ങൾ കൂടി ആവശ്യമുണ്ട്. അത് നാം മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ഈ മഴ നമ്മൾ സാധാരണ ഈ പറഞ്ഞ അളവുകളൊക്കെ പറയുന്നത് 24 മണിക്കൂറിൽ പെയ്യുന്ന മഴയുടെ അളവാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 24 മണിക്കൂർ പെയ്യേണ്ട മഴ 1 മണിക്കൂർ കൊണ്ട് പെയ്താലോ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചില പ്രത്യേക പദങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ലൈറ്റ് സ്പെൽ, ചെറിയ ഒരു പെയ്ത്ത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ, അതായത് 10 മില്ലിമീറ്റർ പെർ അവർ, 1 മണിക്കൂർ കൊണ്ട് 10 മില്ലിമീറ്റർ മഴ പെയ്യുവാണെങ്കിൽ അതിനെ ലൈറ്റ് സ്പെൽ എന്നും, മോഡറേറ്റ് സ്പെൽ ഒരു 1 to 2 സെന്റിമീറ്റർ പെർ അവർ, അതായത് 10 to 20 മില്ലിമീറ്റർ പെർ അവർ, അതേപോലെ 20 to 30 മില്ലിമീറ്റർ പെർ അവർ ആണെങ്കിൽ അതിനെ ഇന്റൻസ് സ്പെൽ എന്നും, 30 to 50 മില്ലിമീറ്റർ പെർ അവർ ആണെങ്കിൽ അതിനെ വെരി ഇന്റൻസീവ് സ്പിൽ എന്നും, 50 to 100 മില്ലിമീറ്റർ പെർ അവർ ആണെങ്കിൽ എക്സ്ട്രീംലി ഇന്റൻസീവ് സ്പിൽ എന്നും, 100 മില്ലിമീറ്റർ കൂടുതൽ 1 മണിക്കൂറിൽ മഴ പെയ്താൽ അതിനെ നാം ക്ലൗഡ് ബേസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. മേഘസ്ഫോടനം, നമുക്കറിയാം പല ഉരുൾപൊട്ടൽ നടക്കുന്ന സാഹചര്യത്തിലും അവിടെ കൂടുതൽ മഴ പെയ്തതുകൊണ്ടല്ല ഉണ്ടാകുന്നത്, കൂടുതൽ മഴ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 1 മണിക്കൂർ കൊണ്ടൊക്കെ ഉണ്ടായി 10 സെന്റിമീറ്റർ കൂടുതൽ, 100 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യുമ്പോഴാണ് ഈ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. അത് അത്യന്തം അപകടകാരിയാണ്. ഇനി നമുക്ക് ഈ കൊല്ലത്തെ ചില വിശേഷങ്ങൾ നോക്കാം. ഈ കൊല്ലം നമുക്കറിയാം, മെയ് മാസത്തിൽ തന്നെ നമുക്ക് തരക്കേടില്ലാത്ത മഴ ലഭിക്കുകയുണ്ടായി. ഒരു ശരാശരി 400 മില്ലിമീറ്റർ മഴ വരെ കേരളത്തിൽ ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. സാധാരണ പെയ്യേണ്ട മഴ ഒരു 70 മില്ലിമീറ്റർ മഴയൊക്കെയാണ് മെയ് മാസം നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മെയ് മാസം പെയ്യേണ്ടുന്ന മഴയുടെ 5.7 ടൈംസ്, ഏകദേശം 6 ഇരട്ടി മഴ നമുക്ക് കിട്ടി. ഇതിന്റെ അർത്ഥം ഈ മഴ കിട്ടിയത് കൊണ്ട് നമ്മുടെ ഈ മലമ്പ്രദേശങ്ങളിലെ ഈ മണ്ണൊക്കെ പൂരിതമായിരിക്കുകയാണ്, വെള്ളത്തിൽ അങ്ങനെ സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ജൂൺ മാസത്തിലൊക്കെ തന്നെ പെട്ടെന്ന് കുറച്ച് വെയിലൊക്കെ വന്നത് ഉണങ്ങിയില്ലെങ്കിൽ ഈ പൂരിതമായിരിക്കുന്ന, സാച്ചുറേറ്റഡ് ആയിരിക്കുന്ന മണ്ണിന്റെ പുറത്ത് ഒരു മേഘസ്ഫോടനമോ അല്ലെങ്കിൽ വെരി ഹൈ റെയിൻഫാൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മണ്ണിടിച്ചിലിനൊക്കെ സാധ്യത ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തവണ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അലർട്ടുകളൊക്കെ വളരെ ജാഗ്രതയോടെ നാം കേട്ടിരിക്കണം. അതനുസരിച്ച് ഇവാക്വേഷനോ ഒഴിവാക്കി പോകേണ്ടതോ അല്ലെങ്കിൽ തരുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി നാം പാലിക്കുവാൻ തയ്യാറാകണം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ നൽകുന്ന മുന്നറിയിപ്പുകളെ ഒന്നും നാം തള്ളിക്കളയാതെ തന്നെ നമ്മൾ കൃത്യമായി പാലിക്കുവാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മഴയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിർത്താം. വീഡിയോയുടെ ദൈർഘ്യം ഇപ്പോൾ തന്നെ കൂടുതലായി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ പോയിന്റുകൾ ഇതിൻ്റെ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.